നമസ്കാരം. അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ പ്രധാന പ്രതി സവാദുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. ഇത് സവാദിൻ്റെ ഭാര്യാപിതാവിലേക്കും എത്തിയിരിക്കുന്നു. ഇയാൾ SDP പ്രവർത്തകനാണ്. അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി നേരത്തെ ഒരുപാട് പരിപാടികൾ ആസൂത്രണം ചെയ്ത വ്യക്തിയാണ്. നിർബന്ധപൂർവ്വമാണ് ഇയാൾ മകളെ സവാദിന് വിവാഹം കഴിച്ചു കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഭാര്യാപിതാവിലേക്ക് അന്വേഷണം കൂടുതൽ എത്തും. പിതാവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു വിവാഹമെന്നും ബന്ധുക്കൾ ഇതിനെ എതിർത്തിരുന്നു എന്നുമാണ് സവാദിൻ്റെ ഭാര്യ ഖദീജ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയത്. ഇതോടെയാണ് ഇവരുടെ പിതാവിനെതിരെ അന്വേഷണം വരുന്നത്. സവാദിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണ്ടെന്ന് പിതാവ് അബ്ദുൾ റഹ്മാൻ പറഞ്ഞിരുന്നതായും യുവതി മൊഴി നൽകി. അപ്പോൾ അബ്ദുൾ റഹ്മാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഇയാളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, ഇയാൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മകളെ വിവാഹം കഴിച്ച് നൽകി സംരക്ഷിച്ചത്, അല്ലെങ്കിൽ വീടെടുത്ത് താമസിപ്പിച്ചത്, സ്ഥലം വാങ്ങാനുള്ള സഹായം നൽകിയത്. അതിനൊക്കെ തന്നെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ ഒത്താശയുണ്ടായിരുന്നു എന്നുള്ള ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. സവാദിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അബ്ദുൾ റഹ്മാന് അറിയാമായിരുന്നു എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. PFI നേതാക്കളാണ് സവാദിന് വിവാഹം ചെയ്യാനുള്ള സഹായങ്ങൾ ചെയ്ത് നൽകിയത്. അനാഥനാണെന്ന് പറഞ്ഞാണ് SDP പ്രവർത്തകനായ ഭാര്യാപിതാവിൻ്റെ അടുത്തേക്ക് വിവാഹാഭ്യർത്ഥനയുമായി ഇയാൾ എത്തിയത് എന്നാണ് സൂചന. എന്നാൽ ഇത് NIA വിശ്വസിക്കുന്നില്ല. വിവാഹത്തിന് മുൻപ് പെൺകുട്ടിയുടെ അച്ഛന് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നുവെന്നും NIA വിലയിരുത്തുന്നു. എന്നാൽ ഇക്കാര്യം വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ ഉറപ്പാക്കൂ. കാസർഗോഡ് നിന്ന് 2016 വിവാഹശേഷമാണ് സവാദ് വളപട്ടണത്ത് എത്തിയത്. PFI പ്രവർത്തകരുടെ സഹായത്തോടെ ഒരു പഴക്കടയിലാണ് ഇയാൾ ആദ്യം ജോലി ചെയ്തത്. പിന്നീട് ഒരു വർഷത്തിന് ശേഷം മരപ്പണി പഠിക്കാൻ പോയി. തുടർന്ന് ഇരിട്ടി വിളക്കോട്ടിലേക്ക് താമസം മാറി. സവാദ് ഒളിവിൽ കഴിയവേ നിരവധി ആളുകളുമായി രഹസ്യബന്ധം പുലർത്തിയിരുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മട്ടന്നൂർ മേഖലയിലെ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും തൊട്ട് സംസ്ഥാന നേതാക്കളുമായും വിദേശത്തു നിന്നും ഫണ്ട് നൽകി സഹായിക്കുന്നവരുമായ നിരവധി ആളുകളിൽ നിന്നും ഇയാൾ ഫോണിൽ രഹസ്യമായി ബന്ധപ്പെട്ടിരുന്നു എന്ന സൂചനയുണ്ട്. ഭാര്യയുടെ നാടായ കാസർഗോഡ് ലക്ഷക്കണക്കിന് രൂപ സ്വന്തമായി വീടിന് ഇയാൾ അഡ്വാൻസ് കൊടുത്തതായും ഇത് PFIയിലെ സ്പോൺസർ നൽകിയതാണ് എന്നുമാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ നേരിട്ട് ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ ഒളിവിൽ കഴിഞ്ഞ വേളയിൽ സവാദ് ഏറെ ശ്രദ്ധിച്ചിരുന്നു. ഒരു കാരണവശാലും തന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു ഇത്. മട്ടന്നൂർ ബേരയിൽ തൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ബീഹാറി സ്വദേശികളായ കാർപ്പൻട്രി പണിക്കാരുടെ ഫോണാണ് ഇയാൾ പല അവസരങ്ങളിലും ഉപയോഗിച്ചത്. ഇക്കാര്യം തൊഴിലാളികൾ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. വളരെ ശാന്തശീലനും മാന്യമായി പെരുമാറുന്ന വ്യക്തിയുമായ സവാദ് മിതഭാഷിയായിരുന്നുവെന്നും തൊഴിൽപരമായ കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ എന്നും ഇവർ പിന്നീട് സവാദ് അറസ്റ്റിലായതിനു ശേഷം പ്രതികരിച്ചു. കുടുംബവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാൻ കാസർഗോഡ് ഭാര്യയുടെ നാട്ടിൽ പോയപ്പോൾ ഭാര്യയുടേതുൾപ്പെടെയുള്ളവരുടെ മൊബൈൽ ഫോൺ മാറ്റിവെക്കാനും സവാദ് ശ്രദ്ധിച്ചു. ഫോൺ ഒഴിവാക്കുന്നത് എന്തിനെന്ന അടുത്ത ബന്ധുവിൻ്റെ ചോദ്യത്തിന് നാട്ടിൽ ഒരു കേസുണ്ടെന്നായിരുന്നു മറുപടി. സവാദിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. അടുത്ത കാലത്ത് കാസർഗോഡ് ജില്ലയിൽ ഒരു വീടും സ്ഥലവും സ്വന്തമായി വാങ്ങുന്നതിനായി സവാദ് അഡ്വാൻസ് നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പണം ആവശ്യപ്പെട്ട് ഇയാൾ കൂടെ താമസിച്ചിരുന്ന ബീഹാർ സ്വദേശികളുടെ ഫോൺ ഉപയോഗിച്ച് പലരെയും വിളിച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെയാണ് ഇയാൾ വിളിച്ചത് എന്നാണ് സൂചന. എന്നാൽ PFI നിരോധനമുള്ളതിനാൽ സ്വന്തമായി വീട് വാങ്ങുക എന്ന ഇയാളുടെ നീക്കം പിന്നീട് മുന്നോട്ട് പോയില്ല. PFI നിരോധിക്കപ്പെടുകയും നേതാക്കളെല്ലാം അറസ്റ്റിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി കേരളത്തിൽ വട്ടമിട്ട് പറക്കുമ്പോൾ താനും പിടിയിലാകുമെന്ന ഭയം സവാദിനുണ്ടായിരുന്നു. അന്ന് സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്ന മട്ടന്നൂർ മേഖലയിലെ PFI പ്രവർത്തകരാണ് ഇയാളെ ആശാരിപ്പണിക്കാരൻ എന്ന വ്യാജേന സംരക്ഷിച്ചത് എന്ന റിപ്പോർട്ടും NIAക്ക് ലഭിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലാണ് ഇയാളെ അന്ന് കൊണ്ടുപോയത്. കണ്ണൂരിലെ കടലോര ബീച്ചുകളിൽ PFIക്ക് രഹസ്യ കേന്ദ്രങ്ങളുണ്ട്. മുഴുപ്പിലങ്ങാട്, എടക്കാട്, ധർമ്മടം, തലശ്ശേരി തുടങ്ങി കണ്ണൂർ, ആയിക്കര വരെയുള്ള സ്ഥലങ്ങളിൽ രാത്രികാലങ്ങളിൽ PFI പ്രവർത്തകർ രഹസ്യയോഗവും ആയുധ പരിശീലനം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്ന സൂചനയുണ്ട്. ഇത്തരം ക്യാമ്പുകളിൽ പരിശീലകന്റെ റോളിൽ സവാദ് എത്തിയെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. സവാദിനെ ഒളിവ് ജീവിതം നയിക്കാൻ സഹായിച്ച PFI പ്രവർത്തകരും നേതാക്കളും വരും നാളുകളിൽ കുടുങ്ങും എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഇവർ സവാദുമായി ബന്ധപ്പെട്ടതിൻ്റെ തെളിവുകൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുമുണ്ട്.